ഇതിന്റെ അടിയിൽ നിന്ന് വെള്ളം എടുത്തോണ്ടിരിക്കുന്നത്. നമ്മള് അടിന്ന് അടിയെന്ന് പറയുമ്പോഴേ അടിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള അടിയാണ് കേട്ടോ. ടോപ്പിൽ വന്നിട്ടുള്ള അടിയാ. ദൈവമേ, ഞങ്ങൾ ഈ കാണുന്ന മന മൊത്തം കയറ്റി ഈ ഒരു എൻഡ് കാണിക്കും, ഈ ഓസിന്റെ എൻഡ് കാണിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ സാമ്പിൾ അടിക്കല്ലേ. ഇതാണ് ഓസ്. അതാ ഓസ്. ഇതാണ് നമ്മുടെ വെള്ളത്തിന്റെ ഓസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് നോക്കേ ഒന്ന് ജസ്റ്റ്. എൻ്റെ അച്ഛനെക്കാട്ടി പ്രായമുണ്ട്, 65 വയസ്സ് 66 വയസ്സുണ്ട്. ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നത്. കാരണം എന്താ അറിയോ, ഞങ്ങളെക്കാട്ടി ഹെൽത്തിയാണ്. ഈ കയറ്റമൊക്കെ എന്ത് സുഖത്തോടെ കയറി പോകുന്നത്. ഒരു എന്നെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ചേട്ടാന്ന് വിളിക്കുന്നത്. പക്ഷെ വിഷമിക്കല്ലേ, അല്ലെങ്കിൽ മാമാന്ന് ഞാൻ വിളിച്ചേനെ. ഒരു പരാതിയില്ലല്ലേ. എന്നാൽ ഇതെങ്ങനെ സാധിക്കുന്നു? സ്ഥിരമായിട്ട് നിത്യതൊഴിലഭ്യാസം, കൃഷിപ്പണിയാണ്. ഇത്ര വേറെ അസുഖങ്ങളൊന്നുമില്ല. നമ്മുടെ വഴി അറിയാവോടാ? നിനക്ക് 1.5 ലക്ഷമൊക്കെ ഉണ്ടല്ലേ കിട്ടു. ഹായ് കൂട്ടരെ, ഞാൻ നിങ്ങൾ ന്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അമൽ ബാബു കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞാതാ, നമ്മളെ മുമ്പിൽ പോകുന്ന ഈ ചേട്ടൻ്റെ വീട്ടില് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് 30 വർഷം കൊണ്ട്. എന്താ ഞാൻ വിചാരിച്ചു അതൊന്ന് വന്ന് കവർ ചെയ്യാന്ന്. പക്ഷേ വീട്ടിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ആ വൈദ്യുതിക്കുള്ള വെള്ളം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയാലോന്ന്. പക്ഷേ ആ മല ഇതുവരെ കണ്ടെത്താൻ കഴിയില്ല. എന്താ പറയുക, എന്തോ ഇത് കൊള്ളാം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്തതിലും വെച്ച് ഇന്നത്തെ എന്റെ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. അയ്യോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നടന്നിട്ട് അണപ്പോ കിതപ്പോ ഒന്നുമില്ല? ഇല്ല, അങ്ങനെ സംഭവം ഒന്നുമില്ല. നമ്മളിപ്പോഴും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ പ്രായം എന്താണ്? നമ്മളിങ്ങനെ ഞായറാഴ്ച ദിവസം മാത്രമേ അങ്ങനെ. അയ്യോ, പ്രവീണിന്റെ കാലുടക്കി പോവല്ലേ. എന്തുവാടാ പൊട്ടാത്? അപ്പൊ നിങ്ങളൊരു 10 വർഷം കൂടെ മുമ്പ് വന്നാല്, 10 വർഷം കൂടെ മുമ്പ് വന്നായിരുന്നെങ്കിൽ ഞാൻ കുറെ ദൂരം നടന്നിട്ട് നോക്കിക്കണം. നിങ്ങൾ നോക്കിക്കണമായിരുന്നില്ലേ? ഇപ്പൊ എനിക്ക് ചെറിയ മുട്ടിന് വേദന ഉള്ളതുകൊണ്ടാ ഇത്ര സ്പീഡ്. ചെറിയ വേദനയുള്ളൂ മുട്ടിന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പയ്യെ പോകുന്നത്. കാരണം ഞാന് പെണ്ണ് കെട്ടിയൊരു സമയത്തേ, ഇപ്പോഴും മറക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. ഞാനും പറഞ്ഞത് അന്നൊക്കെ വണ്ടികളൊക്കെ ചില സമയത്തൊക്കെ ഉള്ളൂ. അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയ വണ്ടി കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു 2 മൈൽ 1 മൈലൊക്കെ നടക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴിക്ക് പോവുക. ആദ്യം നടപ്പ് തുടങ്ങുന്ന ഒപ്പമാ. നടപ്പ് തുടങ്ങുന്ന ഒപ്പമാ. ഞാനൊരു കുറെ ദൂരം ചെന്ന് കഴിയുമ്പോൾ പുള്ളി ചിലപ്പോ ഒരു 30 അടി പുറകിലായിരിക്കും. ഒരു 30 അടി പുറകിലായിരിക്കും. ഞാൻ പിന്നെ അവിടെ നിൽക്കും വരാൻ. അപ്പൊ എന്നോട് ഇടയ്ക്ക് പറയുന്ന ഓരോ വാക്കുണ്ട്, ഇത്രയും സ്പീഡിൽ പോരും, ഇത്ര പയ്യെ പോണെന്ന്. ഞാൻ എത്ര സ്പീഡിൽ പതിയെ പോയാലും ഇങ്ങനെ നടന്നു വരുമ്പോ ഞാനങ്ങ് പോകും. കാരണം നമ്മൾ അങ്ങനെ അത് പരിശീലിച്ചോണ്ടേ നമുക്ക് അങ്ങനെ തൊട്ടപ്പുറത്ത് വലിയൊരു മലയാണ്. പക്ഷെ ഈ മല കാണാൻ പറ്റാത്ത ഈ മല കയറി കഴിഞ്ഞാൽ ഓക്കെയാ കേട്ടോ. വഴിയൊന്നും ഇല്ല, വെട്ടി തെളിച്ചോണ്ടാ പോകുന്നുണ്ടോ? വഴിയൊക്കെ അടഞ്ഞു പോയി, നമ്മള് അടഞ്ഞു പോയി വെട്ടി തെളിച്ചോണ്ടാ പോകുന്നേ. 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കള്ള കേട്ടോ. 1.5 കിലോമീറ്റർ ഒന്നും അല്ല, ഇത് നടക്കാൻ തുടങ്ങി നടന്നു വരുമ്പോൾ 2 കിലോമീറ്റർ വരും അല്ലേ. ആദ്യമായിട്ട് നടക്കുന്നവർക്ക് ഒരു 3 കിലോമീറ്റർ തോന്നും. ജലവൈദ്യുത പദ്ധതി നടത്തുന്ന അല്ലെങ്കിൽ അല്ലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആ ഡൈനാമോ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം വരുന്ന മലയുടെ മുകളിൽ പേരെന്തായിരുന്നു? എന്റെ ഒരു ജോയി മലയുടെ പേരെന്തായിരുന്നു? നല്ല നക്ഷത്രക്കുത്ത്. നക്ഷത്രക്കുത്ത്. അതായത് ഇവിടെ മഴക്കാലത്ത് വെള്ളം ചാടുവാണ്, നല്ല നക്ഷത്രം വിരിഞ്ഞു നിൽക്കുന്ന പോലെ നല്ല രസം. നക്ഷത്രം പോലെ മുത്തായിട്ടായി വെള്ളം ചാടുന്നത്. മഴക്കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളം വീഴുന്നതിന്റെ ആ ഒരു എറിച്ചിലുണ്ടല്ലോ, പിടിയടിക്കും അവിടെ വെള്ളം വീഴുന്നതിന്റെ. എന്തായാലും ഈ യാത്ര തന്നെ ഒരു എപ്പിസോഡായിട്ട് കാണിക്കാറുണ്ട്. ഞാൻ സത്യം പറഞ്ഞോട്ടെ, എന്റെ അഹങ്കാരമായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ വെച്ച് വീഡിയോ എടുത്ത് തിരിഞ്ഞങ്ങ് പോയാൽ മതിയായിരുന്നു. എനിക്ക് മല കാണാൻ അല്ലെ വെള്ളം വരുന്നത് കാണണമെന്ന് പറഞ്ഞോണ്ടാ. കാണണമെന്ന് പറഞ്ഞ ഇവിടം വരെ അത് ഇന്നായോണ്ടാ. ഇന്നലെ വരുവാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ തന്നെ പോക്കോ, ഞാൻ വരില്ല എന്ന് പറയാം. ഇന്നായതുകൊണ്ടാ ഞാൻ വരാമെന്ന് പറഞ്ഞേ. അല്ല, ഇത് അന്നേരം എന്തും ബുദ്ധിമുട്ടി കാണും എന്നാ ഓസിടാൻ വേണ്ടി? അല്ല അമ്മേ, എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ. അന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ഇതൊന്നും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിയുടെ പോലും വലിയ ലാഭമുള്ള കാലമൊന്നും അല്ലല്ല. അപ്പൊ ഞാൻ ഈ ഓസ് ഇടണമെന്ന് ഒരു 2-3 വർഷം മുമ്പ് ഇവിടെ വന്നതിന്റെ പിറ്റേ വർഷം തൊട്ട് ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ അന്ന് തൊട്ട് ഈ ഓസ് മേടിക്കാൻ വേണ്ടി പണിയോ ഞാൻ മേടിക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ചെലവൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന പൈസയുടെ മീതി ഉള്ളത് സൂക്ഷിച്ചു വെക്കും.
അങ്ങനെ ഒരു 4-5 വർഷത്തെ പരിശ്രമം കൊണ്ട് മേടിച്ച ഇത്ര ഓസ്. അന്ന് തന്നെ 30,000 രൂപ ആയി. അന്നേരം 30,000 രൂപ അടുത്ത് ആയിട്ടുണ്ട്. ഏത് വർഷമാണ്? 30 വർഷം മുമ്പ്. 30 വർഷം മുമ്പ്. അത് ഓസിനൊന്നും അധികം വിലയില്ല. പക്ഷെ ഈ പണിക്കാരും പണിച്ചെലവും കൂലിച്ചെലവും. അല്ല, ഈ വഴി തെളിക്കുവാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് തെളിച്ച് കുഴിച്ചിട്ട് അവിടെ കൊണ്ടെത്തിക്കുവാൻ അന്ന് സംഭവം ഇങ്ങനെ കാടല്ലായിരുന്നു. ശരിക്കും ഈറ്റ മറിഞ്ഞു കിടക്കുമായിരുന്നു അന്ന്. ഇന്ന് ഈ ചന്ന വെട്ടുന്ന പോലെ ഈറ്റ വെട്ടണമായിരുന്നു. ഈറ്റ വെട്ടം എന്ന് പറഞ്ഞാൽ അത്ര മോശം പണിയൊന്നുമല്ല. അതും ബാക്കിലോട്ട് വലിച്ചു നോക്കേ വരുമോ? അത് തന്നെ വെട്ടുന്നതിൽ എളുപ്പമാണ്. ഞാൻ ആദ്യം ഒന്നും വലിച്ചിട്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് നടക്കുമ്പോ തന്നെ ബുദ്ധിമുട്ട്. നടക്കുന്ന വഴി തന്നെ തെളിച്ച് വെട്ടി വൃത്തിയാക്കി പോവുകയാണ് അല്ലേ? ഇത് ഞങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം എപ്പോഴായാലും മഴക്കാലത്തിന് വരുമല്ലോ. ചിലപ്പോ പിന്നെ എന്തേലും കാരണം വെച്ചാൽ ചിലപ്പോ സത്യം പറഞ്ഞാൽ ആ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം ഒന്ന് കണ്ട കൊള്ളായിരുന്നു ഇപ്പം തോന്നുന്നു. അതിലൂടെ പോണോ? അല്ല, അത് നമ്മുടെ അല്ല. നമ്മുടെ ഇതിലൂടെ കിടക്കുന്നത്. മണ്ണടി കൂടെ പോകുന്നത്. ഈ മണ്ണടി കൂടെ കിടക്കുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് അധികം ലാസ്റ്റിംഗ് കിട്ടില്ല. ഇതിപ്പോ അവിടെ പുതിയതായിട്ട് ഏലകൃഷി ചെയ്യാൻ വന്നവരുണ്ട്. അവരിട്ടിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ നമുക്ക് മണ്ണിനടി കൂടെ ഒന്നും ആക്കാനും പറ്റിയല്ല. ഈ മണ്ണടി കിടപ്പുണ്ട് ഇപ്പോഴും. ഇതിന്റെ അടിയിൽ നമ്മൾ ഈ നടക്കുന്ന വഴി ഇതിന്റെ കൂടെ തന്നെയാ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ അതുകൊണ്ടാണ് ഈ വർഷം ഇപ്പോഴും നിൽക്കുന്നത്. അന്നിട്ട സാധനം ഇപ്പോഴും ഇതിന് മണ്ണടി കിടപ്പുണ്ടല്ലേ? അതാകുമ്പോ മറ്റുള്ള മൃഗങ്ങളൊക്കെ വന്ന് ചവിട്ടി പൊടിച്ചോണ്ടൊക്കെ പോയി. നമുക്ക് ഇതിലെ ഇങ്ങനെ കയറിയ കുറുക്കായിട്ട് വേഗം കയറാം. പക്ഷെ നിങ്ങൾ പാറയ്ക്കടി കൂടെ കയറും തോന്നുന്നില്ല. ഒരു പാറയുടെ പൊത്തി കൂടെ കയറി പോകും. ഭയങ്കര പാടല്ലേ? ഭയങ്കര പാടാ. ഞാൻ കയറി മഞ്ഞുമൽ ബോയ്സ് ഞാൻ കയറി പോകും. നിങ്ങൾ കയറൂല. ഇപ്പോഴും പോകും. പക്ഷെ നിങ്ങൾ കയറും തോന്നുന്നില്ല. ഞങ്ങൾ അങ്ങനെ കളിയാക്കല്ലേ? അത് വെള്ളച്ചാട്ടല്ലേ? ഈ വേനൽക്കാലത്ത് ഇപ്പോഴും വെള്ളം ഉണ്ടല്ലേ? ഈ വെള്ളം നമ്മൾ അവിടെ എടുത്തോണ്ടിരിക്കുന്നത്. അതിങ്ങനെ 2-3 സ്ഥലത്തോടെ നിരന്നാ വരുന്നേ. അതല്ല ഇത് ടോപ്പ് ചെയ്ത്. ഇത് മഴക്കാലത്ത് മരുവാണ്. നല്ല ഭംഗിയായത് കാണാൻ. കിടക്കുന്ന കാഴ്ചയാണേ. ആ ഒരു വെള്ളമാണ് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാറി, അല്ല 1.5 കിലോമീറ്റർ മാറി നമ്മൾ ആ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ എടുക്കുന്ന വെള്ളം. അതായത് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇത് ആ പാറ കണ്ടോ? ആ പാറയ്ക്ക് പൊത്തുണ്ട്. അതിന്റെ അടിയിൽ പൊത്തുണ്ട്. ആ പൊത്തിക്കൂടെ വലിഞ്ഞെഴഞ്ഞൊക്കെയാ കയറേണ്ടി. അത് നിങ്ങൾ കയറുമെന്ന് തോന്നുന്നില്ല. ഞാൻ അതിലെ യോസ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇതിലെ ഇങ്ങനെ റൗണ്ട് ചെയ്താലും മേളിക്കൂടെ